ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭക്തിപൂർവ്വം ബഹുമാനിക്കപ്പെടുന്ന ഒരു മെറ്റലാണ് ഹജറുൽ അസ്വദ്. കോടിക്കണക്കിന് മുസ്ലിം ഭക്തജനങ്ങൾ ചുംബനം അർപ്പിച്ച ആ കല്ലിൻ്റെ മുകളിൽ മുത്തമിടുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ തിരക്കാണ് എല്ലായ്പ്പോഴും അനുഭവപ്പെടാറ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ കഴിയാറില്ല. മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും വിധത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ ഏൽപ്പിക്കാൻ കഴിയാത്ത തീർത്തും നിർജീവമായ ആ മെറ്റലിന് എന്തുകൊണ്ടാണ് ഇത്രയും ഭൗതിക മഹത്വം കൈവന്നത്? അത് സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലായിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ബഹുമാനിക്കപ്പെടുവാനും ഉത്തരവിട്ടിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. സ്വർഗലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന കേവലം ഒരു കല്ലിന് പോലും ഇത്ര മഹത്വം വരുമെങ്കിൽ സ്വർഗത്തിൻ്റെ സാഹചര്യം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്വർഗലോക സംവിധാനവുമായി ഭൂമിയിൽ മനുഷ്യർ ചേർന്നു പോകുന്നുണ്ട്. അതാണ് സ്ത്രീ പുരുഷ ബന്ധം. അത് സ്വർഗലോകത്ത് സംവിധാനിക്കപ്പെട്ട ഒരു സംവിധാനം ആണ്. സാധാരണഗതിയിൽ മനുഷ്യരും ഇതര ജീവജാലങ്ങളും ഭൂപ്രകൃതി സംവിധാനത്തിനനുസരിച്ചാണ് ജീവിക്കപ്പെടുന്നത്. അങ്ങനെ ജീവിതം സാധ്യമാവുകയുള്ളൂ. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനായ പ്രാണവായു, അതായത് ഓക്സിജൻ, ഈ ഭൂപ്രകൃതിയിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ നമുക്ക് വേണ്ട ആഹാരം ഇവിടെ നിന്നേ ലഭിക്കൂ. രാപ്പകലും കാലാവസ്ഥയും ഈ ഭൂപ്രകൃതിയുമായി മാത്രമേ നമുക്ക് ചേർന്ന് പോകാൻ കഴിയൂ. എന്നതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നതിനും ഇരിക്കുന്നതിനും നടക്കുന്നതിനും എല്ലാം ആവശ്യമായ എല്ലാത്തിനും സഹായകമായ അളവിലുള്ള ഭൂമിയുടെ മാഗ്നറ്റിക് പവർ പൂർണ്ണമായും ഒരു ഭൂപ്രകൃതി സംവിധാനത്തിൽ മാത്രമേ മനുഷ്യരായ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ ഭൂഗോളം വിട്ട് മറ്റൊരു ഗോളത്തിൽ പോയിട്ടും നമുക്ക് താമസിക്കാൻ കഴിയില്ല, ചന്ദ്രനിൽ ആയിരുന്നാൽ പോലും. എന്നാൽ ഭൂപ്രകൃതി സംവിധാനത്തിന് വിധേയമാവാത്ത അഥവാ ഭൂപ്രകൃതി സംവിധാനവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത, ഒരു വിധത്തിലും കണക്റ്റഡ് ആവാത്ത ഒരു സംവിധാനമാണ് സ്ത്രീ പുരുഷ ബന്ധം. ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം സ്വർഗലോകത്താണ് സൃഷ്ടിക്കപ്പെട്ടത്. ആദമിൻ്റെ സ്വർഗീയ സുഖാനുഭൂതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഹവ്വ എന്നൊരു ഇണയെയും സൃഷ്ടിക്കപ്പെട്ടു കൊടുത്തു. അതൊരു സ്വർഗീയ സംവിധാനം ആയതുകൊണ്ട് ആ സംവിധാനത്തിൽ സ്വർഗീയമായൊരു സുഖാനുഭൂതിയും ലഭ്യമായി. സ്വർഗത്തിൽ നിന്ന് ലഭ്യമാവുന്ന എന്തൊരു സമ്മാനത്തിനും സ്വർഗീയമായൊരു സുഖാനുഭൂതി സ്വാഭാവികം. ആ സുഖാനുഭൂതിയാണ് ഇന്ന് ഭൂമിയിൽ വെച്ച് മനുഷ്യരായ നമ്മൾ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അനുഭവിച്ചറിയപ്പെടുന്നത്. ഈ സുഖാനുഭൂതി ഭൂമിയിൽ നമുക്ക് ലഭ്യമാവുന്ന മറ്റു സുഖസൗകര്യങ്ങളുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യപ്പെടുവാനോ നിർവചിക്കപ്പെടാനോ സാധ്യമല്ല. മാത്രമല്ല, മനുഷ്യ സമൂഹം ഈ ഭൂപ്രകൃതിയിൽ നിന്ന് അനുഭവിച്ചറിയുന്ന എല്ലാ സുഖസൗകര്യങ്ങൾക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ലഭ്യമാവുന്ന സുഖാനുഭൂതി തന്നെയാണ്. സ്ത്രീധന സമ്പ്രദായം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ കണ്ണൂർ മേഖലകളിൽ വിവാഹം ചെയ്യുമ്പോൾ വരൻ ഡിമാൻഡ് ചെയ്യപ്പെടുമായിരുന്നു. ഇത്ര രൂപയുടെ അറ വേണമെന്ന്. റൂം ഇൻറ്റീരിയർ ഡിസൈൻ ആയിരിക്കണം, കാർപ്പറ്റ് വിരിച്ചിരിക്കണം, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്തിരിക്കണം, റൂം കൂളർ, റൂം റെഫ്രിജറേറ്റർ ഉണ്ടായിരിക്കണം. ഇങ്ങനെയെല്ലാം ഉള്ള ഡിമാൻഡുകളും ചിലർ ഡിമാൻഡ് വെക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇങ്ങനെ എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു അറക്കകത്ത്
മണവാട്ടി ഇല്ലെങ്കിലെ സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ മനുഷ്യൻ അനുഭവിച്ചറിയുന്ന സുഖാനുഭൂതിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കപ്പെടുന്നത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ലഭ്യമാവുന്ന സുഖാനുഭൂതി തന്നെയാണ്. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വധൂവരന്മാർ ഇത് ശരിക്കും അനുഭവിച്ചറിയുന്നുമുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിയുന്നതോടുകൂടി സ്ഥിതിയാകെ മാറും. എല്ലാവരുടെയും കാര്യമല്ല, ചുരുക്കം ചിലരുടേത് മാത്രം. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പനി പിടിക്കണം എന്നില്ല, ചിലർക്കൊക്കെ പനി പിടിക്കുക എന്നതുപോലെ. പ്രണയം ദുർബലപ്പെടും, സെക്സ് പവർ ചുരുങ്ങിപ്പോകും, സ്നേഹപ്രകടനങ്ങൾ ദേഷ്യപ്രകടനങ്ങളായി മാറും, കുറ്റവും കുറവുകളും കുറ്റപ്പെടുത്തലുകളും നിത്യസംഭവങ്ങളായി മാറും. ഇതിനിടയിൽ ഭാര്യ മനസ്സുകൊണ്ട് പലവട്ടം ആത്മഹത്യ ചെയ്തു കാണും. കുട്ടികൾ, മറ്റു കുടുംബാംഗങ്ങൾ, ദൈവഭക്തി ഇതെല്ലാം അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കപ്പെടും. ഭർത്താവട്ടെ പലവട്ടം മനസ്സുകൊണ്ട് മൊഴി ചൊല്ലപ്പെട്ടിട്ടും ഉണ്ടാവും. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ അവരെയും പിന്തിരിപ്പിക്കപ്പെടും. ഇതിനിടെ ചിലരെങ്കിലും അവിഹിതത്തിലേക്ക് വഴുതിപ്പോകും. അവിഹിതം മൂർച്ഛിക്കപ്പെടുമ്പോൾ കുടുംബിനികൾ കുടുംബവും പിഞ്ചോമന കുഞ്ഞുങ്ങളെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബം വിട്ട് ഓടിപ്പോകും. ഇതവരെ പലപ്പോഴും കൊണ്ടെത്തിക്കപ്പെടുന്നത് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ കൊലപാതകങ്ങളിലേക്കോ ആയിരിക്കും. ഇതെല്ലാം കാണുന്ന പിൻതലമുറ ചിലരെങ്കിലും വിവാഹത്തിന് വിമുഖത കാണിക്കപ്പെടുന്നു. ഇവരിൽ ചിലർ അവിഹിത മാർഗവും തേടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് സംവിധാനിക്കപ്പെട്ട ഒരു സ്വർഗീയ സുഖാനുഭൂതി, അനുഭവിച്ചറിഞ്ഞ ഒരു സുഖാനുഭൂതി തീർത്തും നരകീയമാക്കി മാറ്റപ്പെടുന്നു. ഈ സാഹചര്യം വരും തലമുറയുടെ സാമൂഹിക കെട്ടുറപ്പിനെ ദുർബലപ്പെടുത്തുന്നു. നമ്മൾ പിൻതലമുറയുടെ ധന്യമായ ജീവിതത്തിന് വേണ്ടി അവർക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടുന്ന തിരക്കിലാണ്. എന്നാൽ ദുർബലമായ ഒരു സമൂഹത്തിൽ അവർക്ക് വേണ്ടി സമ്പാദിക്കപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ഏകദേശം ദ്രവിച്ച് ദുർബലപ്പെട്ട ഒരു കതകിനെ ഗോദ്രജിൻ്റെ ബലവത്തായ കൂട്ടിട്ട് ലോക്ക് ചെയ്യപ്പെടും പോലെ ആയിരിക്കപ്പെടും. എന്നാൽ വൈവാഹിക ജീവിതത്തിൻ്റെ ഈ അനിഷ്ടത്തിന് കാരണം അറിവില്ലായ്മയാണ്. വിവാഹത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ വ്യക്തമായൊരു അറിവില്ലായ്മയാണ് ഇതിന് മിക്കവാറും കാരണമായി മാറുന്നത്. ഏതും ഒരു മെഷീനറിയും യൂസ് ചെയ്യുമ്പോൾ അതിന് പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളുണ്ട്. എന്നിരുന്നാൽ ആ നിയമം പാലിക്കപ്പെടുമ്പോൾ മാത്രമേ ആ ഏതൊരു ഉപകരണവും ദീർഘകാലം നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് പെട്ടെന്ന് ചീത്തയായി പോകും. വിവാഹ ജീവിതത്തിനും ഇത് ബാധകമാണ്. വിവാഹ ജീവിതത്തിൽ പുലർത്തേണ്ട മര്യാദകളും നിയമങ്ങളുമുണ്ട്. അതെല്ലാം പാലിച്ചിട്ടാവുമ്പോൾ വിവാഹത്തിൻ്റെ ആദ്യത്തിൽ അനുഭവപ്പെട്ട സുഖാനുഭൂതിയും പ്രണയവും എല്ലാം തന്നെ ഏറെക്കുറെ മരണം വരെ നിലനിർത്താം. അല്ലാത്ത പക്ഷം വിവാഹ ജീവിതം നരകീയമായി മാറുക തന്നെ ചെയ്യും. ഈ വീഡിയോയുടെ അനുബന്ധ ഭാഗം അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ലോഡ് ചെയ്യപ്പെടുന്നതാണ്. താല്പര്യമുള്ളവർക്ക് തുടരാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.